വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിൽ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും ട്രംപ്. എന്നാൽ കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന സാധ്യത തള്ളി ഇറാൻ. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ നിന്ന് ഒപ്പിടുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഒരു ധാരണയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും ട്രംപ് ഒരു അവകാശം ഉന്നയിക്കുന്നുണ്ട്. ചില ആശയക്കുഴപ്പങ്ങളും എങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ധാരണയായിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഉടൻ തന്നെ ഒരു സമാധാന കരാർ അത് യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ അന്തിമ ധാരണയിലേക്ക് ഇറാനും അമേരിക്കയും എത്തുകയാണ് എന്നുള്ള സൂചനകൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ട്. ട്രംപ് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ട്വീറ്റ് ചെയ്തിരുന്നു. ഉടൻ തന്നെ അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ ആ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഓൺലൈനായി ഈ കരാർ ഒപ്പിടും ഇരു രാജ്യങ്ങളും എന്നുള്ളതാണ്. ഏതായാലും അതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടി വരുന്നത്. ഇന്ന് തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത്. ഏതായാലും അത് കരാർ യാഥാർത്ഥ്യമായാൽ ഉടൻ തന്നെ ഈ കരാറിൽ ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്ന് നൽകും എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഈ ആണവ ഊർജം, അതായത് യുറേനിയം, അവിടെ ഇറാനിൽ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം ഉചിതമായ സമയത്ത് അമേരിക്ക പിടിച്ചെടുക്കും. എന്നിട്ടത് അമേരിക്കയിലോ മറ്റോ എവിടെയെങ്കിലും കൊണ്ടുപോയി അത് നശിപ്പിക്കുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ കരാറിൽ ഒപ്പിടുമ്പോൾ പണ്ട് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന അന്ന് ഈ ബരാക് ഒബാമ ഒപ്പിട്ടതുപോലുള്ളൊരു കരാർ ആയിരിക്കില്ല, പണം അങ്ങോട്ട് നൽകുന്ന ഒരു രീതി ഉണ്ടാകില്ല എന്നുള്ള കാര്യവും കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കരാർ ഇന്ന് തന്നെ ഒപ്പിടുമെന്ന കാര്യത്തിലാണ് അമേരിക്ക ഉറച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസവും അമേരിക്ക ഇത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറാനിന് മുന്നിലേക്ക് വെച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അതിൽ ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കരാറിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ വ്യവസ്ഥകളുടെ കാര്യത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതും ഇതിൽ വാസ്തവമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഏതായാലും ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നുള്ള കാര്യത്തിൽ ഇരു രാജ്യങ്ങളുടെ കാര്യത്തിലും ഒരു ധാരണ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും വലിയ പ്രതിസന്ധി ലോകം നേരിടുന്നത് പ്രത്യേകിച്ച് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച നിലയിലാണ് ഹോർമൂസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ധന കയറ്റുമതിയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ഈ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന വാർത്ത വന്നതോടുകൂടി ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ താഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ കരാർ ഇന്ന് യാഥാർത്ഥ്യമായാൽ അത് ലോകത്ത് വലിയൊരു അനിശ്ചിതത്വത്തിനുള്ള അന്ത്യമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ ഫെബ്രുവരി 28-നാണ് ഈ ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തുന്നതും പിന്നീട് അതൊരു യുദ്ധമായി മാറുകയും ചെയ്യുന്നത്. അതിനുശേഷം ആകെ ലോകം മുഴുവൻ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആ കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ്. ഏതായാലും ഇറാൻ ഇക്കാര്യത്തിൽ ഇന്നൊരു കരാറിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഇസ്മായിൽ ബഗൈ പറഞ്ഞൊരു കാര്യം, കരാറിലേക്ക് എത്തും, കരാർ ഉണ്ടാകും, പക്ഷേ അത് നാളെ ഒപ്പിടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ചില കാര്യങ്ങളിലൊക്കെ ധാരണയാകേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കരാറിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു പ്രതികരണമായി ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിന് മറുപടിയായും വന്നിട്ടുള്ളത്. ഏതായാലും അത് വരും ദിവസങ്ങളിൽ കരാർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇറാൻ പറയുന്നു. ഏതായാലും ഇന്ന് തന്നെ കരാറിൽ ഒപ്പിടുമെന്ന് അമേരിക്കയും പറയുന്നു. അങ്ങനെ ഒരു കരാറിലേക്ക് എത്തിയാൽ അത് ഓൺലൈനിലൂടെ ആയിരിക്കും ഇരു രാജ്യങ്ങളും ഒപ്പിടുക എന്നുള്ള കാര്യവും മധ്യസ്ഥരായി പാകിസ്ഥാനും ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു.
ശരി, വ്യക്തമാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ നിന്ന് ഒപ്പിടുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്കെ വ്യക്തമാക്കുന്നത്. ധാരണയിൽ ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ ഹോർമൂസ് എല്ലാവർക്കുമായി തുറക്കുമെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കരാറിൽ നിന്ന് ഒപ്പിടുമെന്ന സാധ്യത ഇറാൻ തള്ളിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ട്രംപിന്റെ കൂടി ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. രാവിലെ 11 മണിയോടെ കോഴിക്കോടെത്തുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കളക്ട്രേറ്റിൽ 11:30 നടക്കുന്ന നിപ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ UDF സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ ആരോപിച്ചിരുന്നു. പിന്നാലെ സംഭവം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കാട്ടി CPIM ഇന്നലെ വൈകുന്നേരം പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതേസമയം നിപ ബാധിതരായ രാമനാട്ടുകരയിലെ 43-കാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് യുവാവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതും ആശ്വാസം പകരുന്ന കാര്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് എത്തുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി ഇന്ന് കോഴിക്കോട് എത്തുക. രാവിലെ 11 മണിയോടെ കോഴിക്കോട് എത്തിച്ചേരും. ഇതേ തുടർന്ന് കളക്ട്രേറ്റിൽ 11:30 നടക്കുന്ന നിപ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ UDF സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കാട്ടി CPIM ഇന്നലെ വൈകുന്നേരം പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് എത്തുന്നത്. നിപ അവലോകന യോഗത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനൊക്കെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിപ ബാധിതനായ 43-കാരന്റെ ആരോഗ്യനില ഇപ്പോൾ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് യുവാവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വാർത്ത. എന്തായാലും 43-കാരന്റെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ആരോഗ്യമന്ത്രി 11 മണിയോടുകൂടി കോഴിക്കോടെത്തും. 11:30 നിപ അവലോകന യോഗത്തിലും പങ്കെടുക്കും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്ത് ഇന്ന് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ശ്രീകോവിലിന്റെയും കട്ടളപ്പാളിയിലെ പ്രഭാമണ്ഡലത്തിന്റെയും കട്ടളപ്പാളിയുടെ താഴെ ഭാഗത്തു നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. സാമ്പിൾ ശേഖരണത്തിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്തായാലും സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. പ്രഭാമണ്ഡലത്തിന്റെയും കട്ടളപ്പാളിയുടെ താഴത്തെ ഭാഗത്തു നിന്നൊക്കെയാണ് സാമ്പിളുകൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണോ SITക്കുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ശബരിമല ശ്രീകോവിലിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണ സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഇക്കാര്യത്തിൽ SIT ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇതിൽ ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ആ അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രഭാമണ്ഡലം, അതായത് ഈ കട്ടിളപ്പാളി ഈ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയുടെ മുകളിലുള്ള ഭാഗമാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത്. ആ ഭാഗത്തെ സ്വർണ്ണ അത് പൊതിഞ്ഞിരിക്കുന്ന ആ പാളിയുടെ സാമ്പിളാണ് ശേഖരിക്കുക. അതുപോലെ തന്നെ ഈ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ അതിൻ്റെ താഴെയുള്ള സ്വർണ്ണപ്പാളികൾ കൂടി ശേഖരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ 2 സാമ്പിളുകളാണ് ഇന്ന് ശേഖരിക്കുക. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ സാമ്പിളുകൾ SIT സംഘം അവിടെ എത്തി ശേഖരിക്കുക. പിന്നീട് അത് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയക്കും. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ നിലവിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെയും അതുപോലെ തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണത്തിന് പുറമെ
ഈ പ്രഭാമണ്ഡലത്തിലെ അടക്കം സ്വർണത്തിലും കുറവ് വന്നിട്ടുണ്ട്. അതിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ കൂടി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനായി SIT തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഈ ദ്വാരപാലക ശില്പത്തിലെയും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെയും സ്വർണ്ണ സാമ്പിളുകൾ SIT ശേഖരിച്ചിരുന്നു. അത് കൂടാതെ ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള സാമ്പിളുകളും വിശദമായി തന്നെ ശേഖരിച്ചിരുന്നു. ആദ്യം തിരുവനന്തപുരം VSSCയിൽ അതിൻ്റെ പരിശോധന നടത്തി. പിന്നീട് അതിൽ ചില ഒരു വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് പിന്നീട് ജംഷഡ്പൂരിലെ ലാബിലേക്ക് വിശദമായി അയച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടുതൽ പരിശോധന ആവശ്യമുണ്ടെന്നുള്ള കാര്യം SIT കോടതിയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പരിശോധനാ ഫലവും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്ന പോലെ കേസിൽ ഇതുവരെ അന്തിമ കുറ്റപത്രം SIT സമർപ്പിച്ചിട്ടില്ല. ഈ അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിലടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം തന്നെയാണ് ഇന്ന് ശേഖരിക്കുന്ന ഈ സാമ്പിളുകൾ, സ്വർണ്ണ സാമ്പിളുകൾ, അതായത് പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണ സാമ്പിളുകളുടെ പരിശോധനാ ഫലം എന്ന് പറയുന്നത്. ഏതായാലും അത് ഉടൻ തന്നെ ഇന്ന് ശേഖരിച്ച് ഉടൻ തന്നെ ജംഷഡ്പൂരിലേക്ക് അയച്ച പരിശോധനാ ഫലവും വേഗം ലഭ്യമാക്കാനുള്ള ഒരുക്കമാണ് SIT നടത്തുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. ശ്രീകോവിലിൻ്റെ കട്ടളപ്പാളിയിലെ പ്രഭാമണ്ഡലത്തിൻ്റെയും അതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള സാമ്പിളുകളൊക്കെയാണ് ശേഖരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതിയുടെ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു കേസിൽ സന്നിധാനത്ത് ഇന്ന് വീണ്ടും അന്വേഷണ സംഘം പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യൂറോപ്പ് സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസിലെത്തിയ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തും. G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. യൂറോപ്യൻ യൂണിറ്റുമായുള്ള വ്യാപാര കരാർ ചർച്ചകളിലും പങ്കെടുക്കും. ഫ്രാൻസിൽ നിന്നും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലും സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലും ചർച്ച നടക്കും. ഭാരത് ഇന്നോവേറ്റ്സ് കോൺക്ലേവ് മോദി ഉദ്ഘാടനം ചെയ്യും. 500-ലധികം ആഗോള നിക്ഷേപകർ പങ്കെടുക്കും. ഫ്രാൻസിലെ ചർച്ചകൾക്ക് ശേഷം സ്ലോവാക്യയിലെത്തുന്ന മോദി പ്രസിഡന്റ് പെല്ലഗ്രിനിയുമായും പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ചർച്ച നടത്തും. ഓട്ടോമൊബൈൽ, റെയിൽവേ, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ചർച്ചയാവും. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോദിയും ട്രംപും തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിനൊക്കെ തുടക്കമായിക്കൊണ്ട് ഇപ്പോൾ ഫ്രാൻസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തും. G7 ഉച്ചകോടിയിലും ഒക്കെ പങ്കെടുക്കാനൊക്കെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലും അതിൻ്റെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലും ഒക്കെയാണ് ചർച്ച നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാരത് ഇന്നോവേറ്റ്സ് കോൺക്ലേവും ഒക്കെ മോദി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 500-ലധികം ആഗോള നിക്ഷേപകർ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവാണ്. അതാണിന്ന് മോദി ഉദ്ഘാടനം ചെയ്യുക. ഫ്രാൻസിലെ ചർച്ചകൾക്കൊക്കെ ശേഷം പിന്നീട് അദ്ദേഹം സ്ലോവാക്യയിലെത്തും. ശേഷം മോദി പ്രസിഡന്റ് പെല്ലഗ്രിനിയുമായും പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ഒക്കെ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ, റെയിൽവേ, വ്യാപാരം തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് പ്രധാനമായും ചർച്ചയാവുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്നൊരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഒരുങ്ങുന്നത്. എന്തായാലും വലിയ ഒരു വിദേശ വ്യാപാരത്തിന് വലിയൊരു കളം ഒരുങ്ങുകയാണ്. ഫ്രാൻസിന് ശേഷം സ്ലോവാക്യയിലെത്തും. അതിനുശേഷം ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ചയ്ക്ക് തീരുമാനിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. അതേസമയം കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്തയാഴ്ച അവസാനത്തോടെ മഴ ശക്തി പ്രാപിക്കാനും ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും സാധ്യതയുണ്ട്.
സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത എത്തുന്നുണ്ട്. അതേസമയം തന്നെ 4 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ കാലവർഷത്തിന്റെ ശക്തിയൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നു എന്നൊരു വിവരം കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ട്. അതേസമയം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരു വിവരം കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്ത ആഴ്ച അവസാനത്തോടെ മഴ വീണ്ടും ശക്തി പ്രാപിക്കാനും ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരാനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.